മക്കളുടെ സ്കൂൾ കൂട്ടിക്കഴിഞ്ഞു വെച്ചാലേ മക്കളെക്കാട്ടിലും മടിയായിരിക്കും കേട്ടോ നമുക്ക്. എൻ്റെ കാര്യമായിട്ടോ പറയുന്നത്, എനിക്ക് രാവിലെ ഭയങ്കര ഒരു മടിയാണ്. കാരണം എന്താ വെച്ചാൽ മക്കൾ കുറച്ച് നേരം വൈകിട്ടേ നീക്കുള്ളൂ. അപ്പോൾ നമ്മളാണ് പറഞ്ഞു വെച്ചാൽ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നീക്കുക. ഇപ്പോഴാണ് പറഞ്ഞു വെച്ചാൽ ചൂടല്ലേ, ഒന്ന് രാവിലെ വാറാകുമ്പോഴേക്കൊക്കെയാണ് നമുക്ക് നല്ലൊരു ഉറക്കം പിടിക്കുക. അപ്പം ഇന്ന് രാവിലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. സുകന്യേ ചായ കുടിക്കുക കേട്ടോ. ഇതാ ചായ, ചോറായി. ഇനി എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണം. എന്താ പല്ലുവേദനയുടെ മരുന്ന് കഴിച്ചിട്ട് കുറച്ചൊരു ഭേദമുണ്ട് കേട്ടോ പല്ലുവേദന. പക്ഷെ എന്നാലും അത്ര വലിയ ഭേദം എന്ന് പറയാനില്ല. ഇന്ന് പല്ലാശുപത്രിക്ക് പോകണം. പിന്നെ അതിനേക്കാളും നമ്മുടെ രസമല്ലേ, ഇന്നലെ നമ്മുടെ മോട്ടർ നേരേക്ക് പോയില്ലേ, വെള്ളം കയറുന്നില്ലടോ. എന്താ പറ്റിയെന്നറിയില്ല. അവരുടെ കഷ്ടകാലമാണോ നമ്മുടെ കഷ്ടകാലമാണോ എന്നറിയില്ല. നമ്മുടെ തന്നെ ആയിരിക്കാം, വെള്ളം കയറുന്നില്ല. എന്താ ഇന്നലെ രാത്രി ഞങ്ങൾ 11 മണി കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ കറണ്ട് പോയിട്ടാണ് നിന്നതാ. പിന്നെ ഇതുവരെ അത് ഓണായിട്ടില്ല. ആകെ സമാധാനം ഇല്ലാതെ സത്യം. രാവിലെ പുലർച്ചെ 4 മണി കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും വർക്കൗട്ടിന് പോകുമ്പോൾ 4 മണിക്ക് നമ്മൾ നീക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ഇട്ട് നോക്കിയപ്പോഴും വെള്ളം കയറുന്നില്ല. രാത്രി 11 മണിക്ക് ശേഷം ഇട്ട് നോക്കുമ്പോഴും വെള്ളം കയറുന്നില്ല. അപ്പോഴൊക്കെ ഹൈ വോൾട്ടേജ് നല്ല രീതിയിലുണ്ട്. അതാ പറയണത്. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യത്തിന് നമുക്ക് മുടക്കങ്ങളായിട്ട് വന്നിട്ടേ ഇല്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും അത്യാവശ്യമുള്ള അതാണ് വട്ടം കറക്കണം. ഇപ്പോഴും വെള്ളം കയറില്ല. വെള്ളം കയറില്ലടാ. 4 മണിക്ക് എണീറ്റ് ഇട്ട് നോക്കി, അപ്പോൾ വെള്ളം കയറില്ല. ഒക്കെ ആക്കി. പയറേ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ് വെച്ചാലേ ഇതാണ് അവസ്ഥ. ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. എനിക്കതിൻ്റെ ഈ പയർമണിയില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പയറിനേക്കാൾ ഇതിനേക്കാളും ഇഷ്ടം ഇതിങ്ങനെ ഉപ്പേരി വെച്ച് കഴിക്കാനാട്ടാ. നിങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ കൂടെ കൈപ്പയ്ക്ക കണ്ടിട്ടു. അപ്പോൾ അണക്ക് മാത്രം എന്താ കൈപ്പയ്ക്കട്ടാ സുകന്യേ? പയറിൻ്റെ കൂടെ കൈപ്പയ്ക്കട്ട എന്താടി തികയണ്ടേ? ഇത് തൊലി കളഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എത്ര ഉണ്ടാവും? എന്താണ് കൈപ്പയ്ക്കും പയറുമാട് ചേരണ്ടേന്ന്? സുകന്യ ഒറ്റയ്ക്കല്ലേ സുകന്യ അമ്മൂമ്പാടന്ന് കോങ്ങാട് പോവാൻ നിൽക്കണം കേട്ടോ. എന്നിട്ട് ഇന്ന് സുകന്യ പോയിട്ട് 500 രൂപയൊക്കെ സതിയേട്ടൻ കൊടുത്തിട്ട് അവൾക്ക് പോരാന്ന്. പിന്നെ 500 രൂപ കോങ്ങാട് പോകാൻ പറ്റുമോ? എന്താ 500 രൂപ കൊണ്ട് പോയാ? ഞാൻ 150 രൂപ കൊണ്ടാ പോക്ക്. എന്താ 2 ബിരിയാണി 2 ഷെയ്ക്കും എന്താ ഞാനെന്താ പറയാ, ഞാൻ ചായ കുടിക്കുള്ളൂ. പിന്നെന്താണ് ഫ്രൂട്ട് സലാഡ്. ഞാൻ അനിയട്ടല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവാച്ച എവിടെയും കയറി ഐസ്ക്രീമും ഇതൊക്കെ കഴിക്കുമ്പോഴേക്ക് പൈസ കൊടുത്തു. ആ സുകന്യ എന്താ അമ്മൂമ്പാടെ പോയി കഴിഞ്ഞാൽ പപ്സ് അല്ല സുകന്യ അതല്ലേ ഏട്ടാ കഴിക്കുക. സുകന്യ എന്താ പൈനാപ്പിൾ ചോറും ഷേക്കും പപ്സും പൈനാപ്പിൾ ജ്യൂസും കുടിക്കും 2 എണ്ണം. പിന്നെ പപ്സും കഴിക്കില്ലേ സുകന്യ? കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കില്ലേ? കൂടെ വരുന്നവർക്ക് വാങ്ങി കൊടുക്കില്ലേ? ഇത് എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല കോളാണ്. അപ്പൊ എന്നിട്ട് അച്ചു വന്നിട്ട് അറിയണം കോങ്ങാട് പോയിട്ട് അറമതിക്കാലോ അല്ലേ? നിങ്ങളുടെ മകളെ ഇതിനെക്കാട്ടിലും മുമ്പേണ് നിക്കണത്. അമ്മു മകളെയും കൂട്ടി പൊക്കോ, അറമതിക്കാലോ നിങ്ങക്ക്. അമ്മൂനെ ടൂർ പോകണം പറഞ്ഞു കോങ്ങാട്. ഞാനാകെ നമ്മുടെ ഉമ്മറത്ത് കൂടെ ഉള്ള ബസ്സില്ലേ ഒരു എന്താ വീട്ടിലേക്ക് ആക്സിഡന്റ് ആയത് ഇല്ല ശരിഞ്ഞിട്ട് എന്താ വണ്ടി കേട് വന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനുള്ള ബസ്സില്ല. അതാ ഞാൻ പറഞ്ഞില്ലേ, സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരണം. ഉമ്മനഴി ഒന്നും പോണ്ട, നരിയമ്പാടം പള്ളിയുടെ അവിടെ പോയാൽ മതി. അവിടെ പോയിട്ട് എപ്പോഴാ ബസ് വെച്ചിട്ടാണ് നേട്ടം കൊണ്ടേക്കിയാൽ മതി. എനിക്ക് വേറെ പണിയില്ലല്ലോ. കണ്ടോ ഞാൻ ബാങ്കിൽ ഇന്നൊക്കെയാണ് പോയാൽ ഇവര് പോകണം. എന്താ സ്നേഹം കണ്ടോ പറയുന്നത്. ഇതേ നേരെ അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് നടന്നാൽ സുഖന്നെ. ഇങ്ങോട്ടാച്ച 1 കിലോമീറ്റർ ഉള്ളൂ. കോങ്ങാട്ടേക്ക് 5 കിലോമീറ്റർ നടന്നാൽ മതി. ആ ബസ് ചാർജും കൂടി കിട്ടും കയ്യിൽ. എന്താണ് നല്ല സുഖമല്ലേ? നല്ല വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മെല്ലെ നടന്നാൽ പോരെ. ഇന്നലെ നല്ല രസമുണ്ടായിട്ടോ. സുകന്യയുടെ കെട്ടിയാൻ പോയിട്ടേ ഇന്ന് രാത്രി നമ്മൾ വെള്ളം അടിക്കുമ്പോൾ വെള്ളം ടാങ്കിക്ക് ഇടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പൈപ്പുമായിട്ട് വന്നു. അതിന്റെ പൈസയും പോയി. ഞങ്ങള് ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ഇരിക്കുകയെന്ന് പറയില്ല പണ്ട്, അതുപോലെയാണ് അവസ്ഥ. ഇന്നലേക്ക്
പൈപ്പിൽ ജലനിധിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അറിയണില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും അറിയാം അവസ്ഥ. ഏ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അറിയാം അവസ്ഥ, അറിയാം. ഇന്ന് വെള്ളം കിട്ടിയില്ല പറഞ്ഞാൽ ഇന്ന് വട്ടം തിരിയും. പണിയൊക്കെ മാറ്റി കഴിഞ്ഞ് വന്നിട്ട് ഈ മോട്ടറൊക്കെ ഇവര് ശരിയാക്കി പോയതല്ലേ പറഞ്ഞിട്ട് വേഗം ഹോസൊക്കെ വാങ്ങിട്ട് വന്നു. അല്ല അത് ഞാൻ പറഞ്ഞേ, രാവിലെ വെള്ളം അടിക്കണ്ട്, അപ്പോഴേക്ക് ഒരു ലക്ഷം മോട്ടർ വാങ്ങിട്ട് പോയോ പറഞ്ഞിട്ട്. ഒരു കഷ്ണം മോട്ടറാണ് വാങ്ങിട്ട് അല്ല, വരുന്നത്. ഒരു ലക്ഷം പൈപ്പ് വാങ്ങിട്ട് പോയോ പറഞ്ഞിട്ടേ വാങ്ങിട്ട് കൊണ്ടുവന്നു കേട്ടോ. എന്താ ഞാൻ കോങ്ങാട് പോകണം വിചാരിച്ച, പക്ഷെ എനിക്ക് വെയിൽ വല്ലാണ്ട് കൊള്ളണ്ട വിചാരിച്ചിട്ട് ഈ പല്ല് വേദന കാരണം അറ്റത്തെ പല്ല് എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് വേണം കേട്ടോ. അപ്പം ഞാനെന്താ വിചാരിച്ച്, റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, വായ പൊളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പം ഇനി വിഷു വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളി നീക്കട്ടെ. അതിന് വരെയുള്ള മരുന്ന് വാങ്ങിയിട്ട് തള്ളി നീക്കിയിട്ട് വിഷു കഴിഞ്ഞിട്ട് ആ കേടുള്ള പല്ലൊക്കെയാണ് പറിച്ചു കളഞ്ഞാൽ മതി, പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ കേട് വരില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാവും, നന്നാവില്ലേ? ഏട്ടൻ്റെ പല്ലിന് മാത്രം ഒരു കേടില്ല. എൻ്റെ പല്ലൊക്കെ ഇപ്പോൾ വീഴണോ കുറച്ച് കഴിഞ്ഞിട്ട് വീഴണോ കൊണ്ട് നിൽക്കണത്. സുകന്യെ, ഏട്ടൻ്റെ പല്ലൊക്കെ ഇപ്പോൾ വീഴണം കുറച്ച് കഴിഞ്ഞിട്ട് വീഴണോ പറഞ്ഞിട്ട് നിൽക്കണേന്ന്. ഞാൻ പേടിച്ചിട്ട് പല്ലിയേക്കണേ തന്നെ. എന്താണ് അമർത്തിയം തേച്ച് കഴിഞ്ഞാൽ പൊക്കം കൂടി കൊഴിഞ്ഞു വീഴും. ഏട്ടനെ രാവിലെ രാത്രി പിന്നെ ഇറച്ചിയോ മീനോ കഴിച്ചിട്ടുണ്ടെങ്കിൽ പകലൊക്കെ ഏട്ടൻ ഇങ്ങനെ പല്ല് തേക്കാൻ പാടില്ല. നമുക്കറിയില്ലല്ലോ സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല്ലേ തേക്കാൻ പാടില്ല എന്നൊക്കെ തോന്നുന്നു, പല്ലിന് കേടില്ലായിരിക്കും. ഈ പല്ലിയേക്കാത്തവർക്ക് വലിയ കേടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ തേക്കാൻ പാടും. അങ്ങനെ കാര്യമായിട്ട് തേച്ച് ചന്തം വരുത്തുന്നല്ലേ. നല്ല പണ്ടത്തെ പോലെ ഉമിക്കരിയും കൊണ്ടൊന്നും തേച്ചിട്ട് തന്നെ നല്ലതൊക്കെ തോന്നുന്നു. ഉമിക്കരിയും പൽപ്പൊടിയും ഉള്ളതൊക്കെ പിടുത്തം വിട്ടത് അല്ലേ. ഉമിക്കരി, പൽപ്പൊടി, മൂച്ചിയുടെ ഇലയും കൊണ്ട് പല്ലേക്കും. അതേപോലെ തന്നെ പുളിയുടെ ചെറിയത് എത്ര പോകുന്ന കഷ്ണം തണ്ടില്ലേ, അതെടുത്ത് തേക്കും. കയ്പും വേപ്പിൻ്റെ ഇലയുടെ തണ്ട് അതൊക്കെ എടുത്ത് തേച്ചാൽ മതിയായിരുന്നു. എൻ്റെ അച്ഛൻ്റെയൊക്കെ മരിക്കണ വരെ ഒരു പല്ലിന് കേടുണ്ടായിരുന്നില്ല സോനിയെ. അതന്നെ ഞാൻ പറഞ്ഞു, അത് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ക്ലോസപ്പ് കോൾഗേറ്റർ മാറി ഏതിലാ നല്ല ചന്തം വരിക. എന്തിനാ ഉമ്മി? ആ നീ തുടങ്ങണുള്ളൂ, ഇവിടെ പല്ല് പോകാറായി. അപ്പം ഉമിക്കേരി കൊണ്ടൊക്കെ ഉമിക്കേരി വെച്ച് ഒരൊറ്റ തേക്ക് വെച്ച് സകല പല്ലും പോവും, സകല പല്ലും പോവും പറയാ. ഉമിക്കേരി കൊണ്ടൊക്കെ തേച്ചാലേ അത്രയ്ക്ക് പിടുത്തേ പല്ലിന്. ഏട്ടൻ്റെ ഞാനൊക്കെ ചെറുതാവുമ്പല്ലേ ഉമിക്കരി ചെറുതാവുമ്പോഴുള്ള കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് പിടുത്തം വിട്ട് ഹൈസ്കൂളിൽ മാറിയില്ല നമ്മള്. എനിക്കതല്ലേ പറയുന്നത്, ഈ 35 വയസ്സ് കഴിഞ്ഞിട്ടാണ് അണക്കില് പല്ല് വരിക. പല്ലിന് പ്രായമായിട്ടുണ്ടാവില്ലേ, പല്ല് അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാണ്ട് ഇപ്പം എന്താ ഞാൻ പറയുന്നത്, അത് എല്ലാവർക്കൊക്കെ ഒരു സംഭവം. അത് വന്നല്ലേ സഹിക്കാൻ പറ്റില്ല കേട്ടോ. രാത്രിയിലൊക്കെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചുളിനെ കുത്തിയിട്ട് അയ്യോ. ഞാൻ വർക്കൗട്ടിന് പോയിട്ടില്ലേ 3 ദിവസമായി, എനിക്ക് പോകാൻ വയ്യ. ഞാൻ അനിയേട്ടൻ രാവിലെ നീക്കിട്ടോ, നീച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് പാരം വന്നാൽ മതി കേട്ടോ. സുകന്യ നീക്കണ്ട ആ സമയത്ത്. ഏതായാലും വീസ് കൊടുക്കണല്ലേ, ഒരാൾക്ക് പകരം ഒരാൾ പറഞ്ഞിട്ട്. സുകന്യ പോണ്ട അതിന്, സുകന്യനെ കെട്ടിയിട്ട് കൊണ്ടോണ്ട് വരുമ്പോള് അല്ലേ. സുകന്യ പറഞ്ഞു കേട്ടോ, ഏടത്തിയമ്മ ഞാനും വരുന്നുണ്ട് കേട്ടോ. ഏടത്തിയമ്മ പറഞ്ഞു ഓ ശരി പറഞ്ഞു. ഞാൻ അവള് വരിക, ഞങ്ങള് പോണതന്നെ അവളറിയില്ല. ചിലപ്പോ ഓട്ടോയിൽ പോവും. സത്യം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല, വരണമെങ്കിൽ നേരത്തെ വരണം. ഈ എന്തെടുക്കുമ്പോഴേ അവിടെ ഉടുക്കോട്ടും പാട്ട് നടത്തിയാലും കൂടി നീ അറിയില്ല. പിന്നെ എന്താ ചെയ്യണ്, ഇത് നട്ടുച്ചയ്ക്ക് പോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. സാരല്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം അല്ലേ. അപ്പം ഞാനേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിരുന്നേ ടൂറ് പോകണമെന്ന് മക്കള് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ KSRTC പോയി കഴിഞ്ഞു വെച്ചാല് അങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞു. പാലക്കാട് കൂടെ ഏതൊക്കെ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ എന്തോ ഒരു അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. രാവിലെ പോയി വൈകുന്നേരം വരെ ഉണ്ട് എന്തൊരു അത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസത്തെ ടൂർ കാട്ടിനുള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? പിന്നെന്താ, ആനവണ്ടി അതൊരു വൈബാണ് കേട്ടോ. ആ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാട്ടിൽ കേടുന്നുള്ള അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. എന്താണ് ഞാൻ പറയട്ടെ, പണ്ട് കാലത്തൊക്കെ പ്രൈവറ്റ് ബസ്സിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടായിരുന്ന KSRTC തന്നെ ആയിരുന്നില്ലേ. ഞാൻ KSRTC കുറ്റം പറഞ്ഞല്ല, കുറ്റം പറയണ്ട.
വണ്ടി ഏത് സമയത്തും ഏത് വണ്ടി കേടും എനിക്കില്ലേ കാട്ടിൽ കേടുന്നാലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏത് വണ്ടിയുടെ എന്ന് വെച്ചാൽ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ച കാണാനൊരു പ്രത്യേക രസമല്ലേ. അധികം എന്താ സംഭവം നമുക്ക് അന്ന് അന്വേഷിച്ച് നോക്കി വെക്കാം. അതിപ്പോൾ ആരോടെ ചോദിക്കുക, ആരോടാ ചോദിക്കുക? അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഒരു ദിവസം പരിപാടിയൊന്നും ഉണ്ട്, ഒരു ദിവസം പരിപാടിയൊന്നും ഉണ്ട്. ഇന്ന് ഈ കുട്ടികളെയും കൊണ്ടില്ലേ ഊട്ടിക്കൊന്ന് പോയിട്ട് വരാന്നു. ഊട്ടിക്കൊന്നല്ല, അത് ഊട്ടി എവിടെ കിടക്കണം, പിന്നെ എവിടേക്കാ പോവാ? ഇത് വേറെ ഏതോ വഴി കാട്ടുകൂടെ. എന്തായാലും സ്ഥലപ്പേരൊക്കെ ഞാൻ മറന്നു. ആരെ വീഡിയോ കാണുണ്ടായത്. ചില സമയത്ത് മൃഗങ്ങളൊക്കെ കരിയായിട്ടൊക്കെ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളിങ്ങനെ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് ബസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിട്ട് എന്താ കാര്യം? രാവിലെ ആലപ്പുഴയ്ക്ക് രാവിലെ ഇവിടുന്ന് 7 മണിയാകുമ്പോൾ KSRTC ഉണ്ട്. ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ വണ്ടി ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ 6:30 ആകുമ്പോൾ വരില്ലേ, ചില സമയത്ത് ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ വഴുകും. ആ സമയത്ത് നിൽക്കുമ്പോൾ എല്ലാവരും പറയും ഇത് പോയിട്ട് ഇതിൽ പോവായിരുന്നു നമുക്കില്ലേ, ആലപ്പുഴയ്ക്കൊന്ന് പോയിട്ട് വരായിരുന്നു അല്ലേ എന്ന് വെറുതെ ഞങ്ങൾ കൂട്ടം കൂടാറുണ്ട് കേട്ടോ അല്ലേ. അതെ അതെ. ഇവിടെ 2 എണ്ണത്തിനാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പുതിയ വീട്ടിലേക്ക് പോയതാട്ടോ. 2 പേരും പാടെ കൂടിയിട്ട് എന്ത് കാട്ടിയെന്നറിയോ? അടുപ്പിലൊരു സാധനം വെച്ചത് നോക്കാണ്ട്. പറയട്ടെ സൂനിയാന്, എന്താ ചെയ്യല്ലേ? വിളിക്കണോ? അവസ്ഥകളെ ഒരവസ്ഥകളാണ്. ആര് പറഞ്ഞിട്ട് പകുതി അതും കൊണ്ടില്ലേ, പകുതി കുറച്ച് കളഞ്ഞു കേട്ടോ. പേരി ഇനി ഉച്ചയ്ക്ക് വേറെ വെക്കേണ്ടി വരും. നല്ലത് മാത്രം എടുത്തിട്ട് പേരി ഉണ്ടാക്കി. കഞ്ഞി കുടിക്കണ്ടേ രാവിലെ? കഞ്ഞി കുടിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാനായിട്ടോ. സുകന്യ കോങ്ങാട് പോകാനുള്ള തിരക്കിലായത് കൊണ്ടില്ലേ ചീതൊക്കെയാണ്. പറയട്ടെ വേഗം തുടയ്ക്കാനുള്ള വെള്ളം പോലും എടുത്തിട്ട് വന്നൊക്കെ കേട്ടോ. ഉള്ളടിച്ചു പോരിട്ടില്ല. അതടിച്ച് തുടങ്ങിട്ട് അടിച്ചു വരാല്ലേ, തുടക്കലൊക്കെ കഴിയാന്നൊരു വേഗം അടിച്ചു വരാ വന്നിട്ട്. ആ ഒരു സന്തോഷത്തിലേ ഇന്നിപ്പോ മതി മറന്ന് നിക്കല്ലേ, ലോട്ടറി അടിച്ച പോലെയാണ് വന്ന്. പൊന്നൂസിനെ വേഗം അംഗനവാടിക്ക് വിട്ടു കേട്ടോ. അവൻ പോയി, അംഗനവാടിക്ക് പോയി. നമുക്കില്ലേ സത്യം പറയാച്ചാ ഒരു വീഡിയോ എടുക്കുക, വീഡിയോയുടെ ഒരു എന്തെങ്കിലും കണ്ടന്റ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര ടെൻഷൻ. നിങ്ങൾക്കത് പറഞ്ഞാൽ ചിലവർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ചേട്ടാ. ഭയങ്കര കോയമ്പത്തൂർ പോയിട്ട് ഏറ്റവും വില കുറവ് ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് കേട് വന്നിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഇതിപ്പോ അവര് ലാഭം നോക്കിട്ടെന്ന് പറയാം. ഇതിപ്പോ അവര് ഏറ്റവും നല്ല കമ്പനി ഏറ്റവും നല്ല സാധനം എടുത്തു വന്നിട്ട് അതിന് കംപ്ലൈന്റ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോ നമ്മുടെ കാലക്കേടാണ്, നമ്മുടെ കാലക്കൂടുതൽ സംഭവിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാ ഇപ്പൊ അടുത്തുള്ളവരാണ് വെച്ചാലും വെള്ളം അടിച്ചില്ലേ, എന്താ പായസം വെക്കാത്ത, വെള്ളം അടിച്ചില്ലേ? കാരണം നമ്മൾക്ക് വെള്ളം കിട്ടി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഇവിടേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പായസം വെച്ച് എല്ലാവരും, ഞാനത് പറഞ്ഞല്ലോ, നമ്മൾ അമ്പലത്തിൽ കൊടുക്കും. പിന്നെ അതേപോലെ പായസം വെച്ച് അടുത്ത വീട്ടിൽ കൂടെ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇത് ആകുമ്പോഴല്ലേ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെയ്യാം. അവരുടെ ഇനി മോട്ടർ ശരിയല്ലേ? പായസം എന്താ ഇന്നലെ പോയപ്പോ കണ്ടില്ലേ സുന്ദര അടുത്ത് പായസം വെച്ച് കൊണ്ടുവന്നില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മൾ ആരെയും എന്താ ഒരു ഇതാക്കി പറയല്ലോ കേട്ടോ. നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു സമയദോഷം കൊണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോവാണ്. പാവന്റെ കുട്ടി ഒറ്റയ്ക്ക് ഏകാന്തതയുടെ കഷ്ടപ്പാടന്നെ കഷ്ടപ്പാടിൽ കൂടെ ഒന്ന് രണ്ട് എണ്ണ വാങ്ങണം. അതിന് കൂടെ ആദ്യം ശരിയാക്കണം കേട്ടോ. വിഷു കഴിഞ്ഞാൽ ഭ്രാന്താവണ്ട, ബോറടിക്കണ്ട ചിലപ്പോ. അതല്ല കൂടിന്റെ ഉള്ളിൽ കൂടെ അല്ലേ വാഴത്തേക്കുണ്ട് വന്നിട്ട് വാഴ വന്നേക്കണു കേട്ടോ. അപ്പൊ വിഷുവിന്റെ ഒരുക്കങ്ങൾ എന്ത് വരുത്തി? വിഷുവിന്റെ ഒരുക്കങ്ങളായോ? നമ്മള് പ്ലാച്ചിന്റെ ഇല കിട്ടാണ്ട് ഇന്ന് മല്ലി മുളകും ഒക്കെ ഉണക്കി വെക്കാണ്ട്. സുകന്യ കോങ്ങാട് പോവല്ലേ. അവ ഞാൻ മല്ലിപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് കേട്ടോ. ഞാൻ സുകന്യനെ കളിയാക്കി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കൈ പിടിച്ചോ.
ഇതാണ് വെറുപ്പിച്ച് കൊല്ലാന്ന് പറയുന്നത്. പൊടിച്ചിട്ട് വന്നാൽ മതി. വിഷുവൊക്കെ അല്ലേ, സമയം കിട്ടണ്ടേ. എന്താ സുകന്യ കോങ്ങാട് പോകലേന്ന് എപ്പോഴെപ്പോഴും എന്താ സുകന്യ നീ കോങ്ങാട് പോകലേന്ന് ഞാൻ പറയുന്നത്. ഇനി കോങ്ങാട് പോകണില്ല അറിയുന്നത്. ഇതെത്രാമത്തെ വട്ടം പറയുന്നത്. ശരി കേട്ടോ, സോറി, നിർത്തി. അപ്പോൾ നമ്മൾ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നം പറയട്ടെ. മുളകും മല്ലിയൊക്കെ നമുക്കിന്ന് കഴുകി ഉണക്കിയിടണം കേട്ടോ. അപ്പോൾ വിഷു ആകുമ്പോഴേക്കും നാളെ കൊണ്ടുപോയി പൊടിപ്പിക്കാലോ. നീ ജസ്റ്റ് മിസ്സാണ് കേട്ടോ, രക്ഷപ്പെട്ടു പോയതാ. വെയിലല്ലേ? അത് കഴുകി ഉണക്കിട്ടപ്പോ നീ പെട്ടായിരുന്നു. ഇന്നിപ്പോ സുകന്യ കൊണ്ടോണ്ടേ അത് പൊടിക്കാൻ. എവിടെ കൊണ്ടുപോയി ഒഴുക്കണ്? ഞാനത് കൊണ്ടുപോയിട്ട് കനാൽ കൂടെ ഒഴുക്കിച്ചൂടാ കഴുകിട്ട്. എന്തെന്ന് ഫുള്ള് പൊട്ടത്തരാല്ലേ പറയുന്നത്. എന്താണ്ടി പണ്ട നിനക്ക്? അതാ ഞാൻ പറഞ്ഞതേ, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ അങ്ങോട്ട് പറയുമ്പോ കിളി വല്ല ചെറുതായിട്ട് പോയോ. നമുക്ക് KSRTC ടൂർ പോവാ. അപ്പൊ എനക്ക് സമാധാനാവും കേട്ടോ. ഗവൺമെന്റ് വണ്ടിയില്ലേ, നമുക്ക് KSRTC ടൂർ പോകുമ്പോ കാട്ടുകൂടൊക്കെ പോയിട്ട് പച്ചക്കറി എടുത്തേക്കണം. മാന് കരടി, ആന പുലി എല്ലാം കണ്ടിട്ട് വരാം. എന്നിട്ട് സമാധാനം കിട്ടും. സുകന്യനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് അവിടെ സുകന്യനെ കൊടുത്തിട്ടും വരാം. ഏയ് കൊടുത്തിട്ട് വന്നാ ശരിയാവില്ല. വല്ല മങ്കിക്കോ സുകന്യല്ലാണ്ട ശരിയാവില്ല. പറ്റില്ല. അതിനൊന്നും വേണ്ടി വരില്ലെന്നേ. അത് പറയുമ്പോഴാണ് നമ്മുടെ ഇവിടെ വടശ്ശേരി ഇന്നലെ എന്താ പൂരത്തിന് ആന വന്നിട്ട് ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട്. ഭഗവാനെ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആനേനെ. എനിക്ക് എന്തൊരു ഇഷ്ടം വെച്ചിട്ട് ആനേനെ. നല്ല ഇഷ്ടാണ് കേട്ടോ. പാവം തന്നെയല്ലേ സുകന്യാന? ഞാനില്ലേ ചെറുതാവുന്ന സമയത്തൊക്കെ എൻ്റെ അച്ഛൻ്റെ പിന്നാലെ പോയിട്ട് ആനേനെ തൊടാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ. എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും ആനയുടെ വായിൽ പഴം കൊടുക്കണമെന്നൊന്നും എനിക്ക് പേടിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ. എന്താ ചില സമയത്ത് എൻ്റെ അമ്മ പറയും ആനപ്പാറുവാണ് പറയും. ഈ ശരിക്കും ആനപ്പാറു തന്നെയാണ് നോക്കി നോക്ക് പറയണത്. അത് ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോഴേ ഇല്ല അച്ഛോ അമ്മമ്മയുടെ വിളിപ്പേരല്ലേ ഇത്. അച്ചുയ്ക്ക് പോകില്ലേ കോങ്ങാട്? ആരൊക്കെ പോണേ? എല്ലാരും കുട്ടികളൊക്കെ കൂട്ടിട്ട് പോന്നെ. ഏട്ടാ എന്നാ ഒരു 500 ഉറുപ്പിക കൂടി കൊടുക്കുക. അവരൊരു ബിരിയാണി ഒക്കെ വേണ്ട, 500 കൊണ്ട് പോയാൽ മതി. അടി ഓരോ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വാടി. നിങ്ങൾ ബസ്സിൽ കൂടെ പോയിട്ടെങ്കിൽ ഓരോ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പോയോന്ന്. പൈസ 500 മേമയ്ക്ക് കൊടുത്തിട്ടുണ്ട് ചാച്ചന്. കൊഞ്ച് കൊടുത്തിട്ടുണ്ടേ. 500 രൂപയൊന്നും വേണ്ട ഇവിടുന്ന് കോങ്ങാട്ടിക്ക്. നിങ്ങളെല്ലാവരും കൂടി പൊക്കോളും. അങ്ങോട്ട് വണ്ടിക്കൂലി, മേമയുടെ ചായയും ഒരു പപ്സും. എന്നാലും ബാക്കി ഉണ്ടാവും അവിടെ വരുമ്പോ. ബിരിയാണി മതി. വരുമ്പോ ഒരു തണ്ണിമത്തനും വാങ്ങിക്കാം സുകന്യ. അതിനുള്ള പൈസയും കൂടി ഉണ്ടാവും അതില്. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ഒക്കെ ഇന്ന് ലെവലാവട്ടെ അല്ലേ? ഒരു സമാധാനം കിട്ടട്ടെ ആദ്യം. മറ്റന്നാ 10-ാം തീയതി ഏട്ടനെയും കിച്ചൂനെയും കൊണ്ട് അൽഷിഫയിൽ പോകണം കേട്ടോ. നമ്മുടെ കിച്ചൂനെയും കൊണ്ട് പോകേണ്ട ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ 10-ാം തീയതി പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഏട്ടൻ എന്തായാലും 10-ാം തീയതി പോകണം. അപ്പോൾ കിച്ചൂനെ എന്തായാലും കൊണ്ടുപോകണം അല്ലേ? അനിയേട്ടൻ പോകണ്ടേ? അപ്പോൾ ചിലപ്പോൾ ഞാനും പോകും കേട്ടോ, വെറുതെ അൽഷിഫ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ കാണാം.